ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ സ്റ്റോക്ക് ഏജിങ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. അതായത് ഓരോ സ്റ്റോക്കുകളുടെയും എന്ത് രീതിയിലൊക്കെയാണ് പഴക്കം, അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള റീപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്റ്റോക്ക് ഏജിങ് അനാലിസിസ് എന്ന് നോക്കാം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫേമിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഏതാണ് പഴയ സ്റ്റോക്ക്, ഏതാണ് പുതിയത് വന്നത് എന്നുള്ളത്? കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഴയ സ്റ്റോക്ക് നമുക്ക് ആദ്യം വിറ്റ് തീർക്കണം അല്ലേ? അല്ലെങ്കിൽ അത് പഴക്കം കൊണ്ട് എന്താണ് നമ്മളുടെ ആ ഗുഡ്സ് എന്താണ് ഡാമേജ് ആയി തീരാനുള്ളതുണ്ട്. ഇപ്പോൾ പല പല പ്രോഡക്റ്റുകളാണെങ്കിലും അത് ഇരുന്നിട്ട് അതിനൊരു കേട് വരാനുണ്ട്. അപ്പോൾ പഴയ പ്രോഡക്റ്റുകൾ നമ്മൾ എപ്പോഴും എന്താണ് വിറ്റ് തീർക്കണം. അപ്പോൾ നമുക്ക് അറിയണം ഏത് പ്രോഡക്റ്റാണ് പഴയ പ്രോഡക്റ്റുകൾ, ഏത് പ്രോഡക്റ്റാണ് പുതിയ പ്രോഡക്റ്റുകൾ, എത്ര ദിവസം വെച്ചിട്ട് പഴക്കമുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റണം. അപ്പം നമുക്കത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി ആണ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എടുക്കും. അതിലെന്താണ് എടുക്കേണ്ടത്? ഏജിങ് അനാലിസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് A ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് A അടിച്ചാൽ മതി. അപ്പോൾ ഏജിങ് അനാലിസിസ് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ്, നമ്മൾ പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ പ്രൈമറി പറഞ്ഞ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേകമായി ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആ ഗ്രൂപ്പിൽ അലോക്കേറ്റ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും വന്നു. ഇവിടെ നമുക്ക് കാണിക്കും ഏജ്, ഡേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് എക്സ്പയറി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അണ്ടർ പ്രൈമറിയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ പർട്ടിക്കുലേഴ്സ്, എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് 45 ഡേയ്സ് ബിലോ, 45 to 90 ഡേയ്സ്, 90 to 180 ഡേയ്സ്, അതേപോലെ തന്നെ എബോവ് 180 ഡേയ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എസ്കേപ്പ് ചെയ്തു നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത്രയും സ്റ്റോക്കാണ് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് അറിയാൻ പറ്റണം എന്താണ്, ഏതാണ് പഴയ സ്റ്റോക്ക്, ഏതാണ് അതേപോലെ തന്നെ എക്സ്പയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പയർ ആയിട്ടുള്ള ഐറ്റംസ് ഏതാണ് പർട്ടിക്കുലർ ഡേറ്റിലേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏജിങ് റിപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഏജിങ് അനാലിസിസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണിക്കുക. അതേപോലെ നമുക്ക് ഇവിടെ സൈഡിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Alt F1 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും. ഇപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെയും എക്സ്പയറി ഡേറ്റ് കൊടുത്തതിൻ്റെ അത് കാണിക്കും. അത് ഏത് ബാച്ചാണ്, അങ്ങനെയുള്ള ഗോഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗോഡൗണിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനാണ് നമ്മൾ Alt F1 അടിച്ചത്. ഇനി നമുക്ക് ഇവിടെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ FI എന്ന് പറയുന്നത് എന്താണ്, ഡീറ്റെയിൽഡ് ആയിരുന്നു. നെക്സ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഏജിങ് പീരീഡ്സ് ആണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് പീരീഡ് കൊടുക്കാം. ഏത് മുതൽക്ക് ഏത് വരെയാണ് ഇതിൻ്റെ പഴക്കം. അപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നതാണ് 45 to 90 ഡേയ്സ്, 90 to 180 ഡേയ്സ്. ഇനി നമുക്ക് ഇവിടെ അടിക്കണമെന്ന് വിചാരിക്കുക 180 to നമുക്ക് 360 ഡേയ്സ് അടിച്ചു. ഇങ്ങനെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് അടിച്ചു കൊടുത്ത് നമ്മളിത് എൻ്റർ അടിച്ച് സേവ് ചെയ്തു.
അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ബിലോ 45 ഡേയ്സ്, 45 to 90 ഡേയ്സ്, 90 to 180 ഡേയ്സ്. അതായത് ഓരോ ഐറ്റവും ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് എത്ര ദിവസം പഴക്കമായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഡേറ്റ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റുകളും ഇതിന് അപ്പുറത്തേക്ക് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് 2 മെയ് ആണ് നിൽക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ 1/7 കൊടുത്തു. ഇവിടെ ഞാൻ ഡേറ്റ് 1/7 കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ 45 ഡേയ്സിലുള്ളതൊക്കെ എവിടേക്ക് വന്നു? 90 to 180 ഡേയ്സിലേക്ക് വന്നു. അതായത് നമ്മളുടെ ഈ ഡേറ്റും കൂടിയിട്ടുള്ള കണക്ഷനാണ് ഇവിടെ നമ്മൾക്ക് കാണിക്കുക. അപ്പോൾ അതാണ് ഏജിങ് പീരീഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞാൽ ഇവിടെ F8 വാല്യുവേഷൻ ഉണ്ട്. ഈ വാല്യുവേഷൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്കിവിടെ F8 വാല്യുവേഷൻ എടുത്തു. അതായത് നമ്മുടെ സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യണത്. അപ്പോൾ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. സീറോ കോസ്റ്റ് ആണോ, സീറോ പ്രൈസ് ആണോ, കോസ്റ്റ് പ്രൈസ് ആണോ, ആവറേജ് കോസ്റ്റ് ആണോ, ആവറേജ് പ്രൈസ് ആണോ, ഡിഫോൾട്ട് ആണോ. അപ്പോൾ ഡിഫോൾട്ട് ആണ് കിടക്കണത് ഇപ്പോൾ. അതേപോലെ ഫിഫോ മെത്തേഡ് ഉണ്ട്. ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം പോകും. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ ലിഫോ ഉണ്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്നതാണ് ആദ്യം പോകുക. അപ്പോൾ ഏതാണ് ഇനി? കോസ്റ്റ് പ്രൈസ് വേണോ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേണോ, സ്റ്റാൻഡേർഡ് പ്രൈസ് വേണോ, നമ്മളുടെ ഏതാണോ സ്യൂട്ട് അത് നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ നമ്മൾക്ക് അടുത്തൊരു കീ ആണ് ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ വാല്യുവേഷൻ്റെ അവിടെ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും എക്സ്പയർഡ് ബാച്ചസ്. നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റിലേക്ക്, നമ്മുടെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡേറ്റിലേക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓൾട്ട് F8 എടുത്താൽ മതി. അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ കണ്ടു, ഇവിടെ നമുക്ക് 2 ഐറ്റമാണ് കാണിക്കുള്ളൂ. റൈസും വീറ്റും മാത്രമേ കാണിക്കുള്ളൂ. കാരണം ബാക്കി ഐറ്റംസ് ഒക്കെ ഇതിന്ന് പോയി. കാരണം എന്താണ്? എക്സ്പയർഡ് ബാച്ചസ് ആണ് നമ്മളിവിടെ കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ഈ ഡേറ്റിലേക്ക് എക്സ്പയർ ആയിട്ടുള്ളത് ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. വീണ്ടും എല്ലാ ഐറ്റം കൂടി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ നമ്മളിവിടെ വാല്യുവേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഓൾ ബാച്ചസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാ ഐറ്റംസും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്ന് വാല്യുവേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ കൺട്രോൾ F8ൻ്റെ അടിയിൽ 2 ലൈനാണ്. ഗോഡൗൺ ടൈപ്പ്, നമുക്ക് ഗോഡൗൺ വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അതായത് അവർ സ്റ്റോക്ക് വിത്ത് അസ് ആൻഡ് തേർഡ് പാർട്ടി. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്താണ്? തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ളതാണോ? അതേപോലെ തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസ്, അതായത് തേർഡ് പാർട്ടിയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടോ? അവർ സ്റ്റോക്ക് വിത്ത് അസ്, നമ്മളുടെ സ്റ്റോക്ക് ഉണ്ടോ? ഇങ്ങനെ പല ടൈപ്പിലുള്ള ഗോഡൗൺ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇതിന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അടുത്തുള്ളത് എന്താണ്? നമുക്ക് ഇപ്പോൾ നമ്മുടെ വാല്യുവേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ നമ്മൾക്ക് ഏജിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏജിങ് സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. എന്താണ് ഏജിങ് സ്റ്റൈൽ പറയുന്നത്? 4 തരത്തിലുള്ള ഏജിങ് റിപ്പോർട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ബൈ ഡേറ്റ് ഓഫ് പർച്ചേസ് ചെയ്ത് അന്ന് മുതൽക്ക് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കണം അന്നേക്ക് വരെ എത്ര ദിവസം പഴക്കമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കും ഷോ ഓൺലി എക്സ്പയർഡ് ബാച്ചസ് മാത്രം കണ്ടാൽ മതിയോ, അല്ലോ എല്ലാം കാണണോ? അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നോ കൊടുത്തു, എനിക്ക് എല്ലാം കാണണം. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ കണ്ടീഷൻ ഇവിടെ കണ്ടു. ഏജ്ഡ് ബൈ ഡേറ്റ് ഓഫ് പർച്ചേസ് ചെയ്ത അന്ന് മുതൽക്ക് നമ്മൾ എന്നാ ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന ഡേറ്റ് ഇവിടെ എന്താണ്? 1 ജൂലൈക്കാണ്. അതുവരെ എത്ര ദിവസം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ എത്ര ദിവസം പഴക്കത്തിലാണ് കിടക്കുന്നത്? 90 to 180 ഡേയ്സിലാണ് കിടക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഐറ്റം റൈസ് എന്നുള്ളൊരു ഐറ്റം ഏതിലാണ് കിടക്കുന്നത്? 45 to 90 ഡേയ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് എടുത്തത് അപ്പം നമ്മളിവിടെ ഈ ഡേറ്റ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ഈ ഡേറ്റുകളും മാറും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 ജൂലൈ ആണ്. ഞാനിവിടെ റിപ്പോർട്ട് എടുത്ത് നോക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 1/8 കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ 1/8 സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ 45 ഡേയ്സ് ഉള്ളത് എവിടേക്കായിട്ട് മാറിയിട്ടുണ്ട്? 90 to 180 ഡേയ്സിലേക്കായിട്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം പർച്ചേസ് ചെയ്ത അന്ന് മുതൽക്ക് ഏതാണ് കണ്ടീഷൻ എടുക്കുക? 1 ഓഗസ്റ്റ് വരെ എത്ര ദിവസമുണ്ട്? അപ്പോൾ 90 ദിവസത്തിൻ്റെയും 180 ദിവസത്തിൻ്റെയും ഇടയിലാണ് അത് കിടക്കുന്നത്. അടുത്ത ഏജിങ് സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്താലോ? അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം പഴക്കമായിട്ടുണ്ട്. ബൈ മാനുഫാക്ചറിങ് ഡേറ്റ്, നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം, നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവരെ എത്ര ദിവസം പഴക്കമുണ്ട്. അതേപോലെ എന്താണ്? ടു ബി എക്സ്പയർഡ്, ഇനി എക്സ്പയർഡ് ആകാൻ എത്ര ദിവസമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയണം. കാരണം നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് വിറ്റ് തീർക്കണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ എന്നാണ് എക്സ്പയർഡ് ആകുക, എത്ര ദിവസമുണ്ട് ഇനി. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡേയ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ ടു ബി എക്സ്പയർഡ് എടുത്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ഏജ്ഡ് ബൈ ഡേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് എക്സ്പയറി. അപ്പോൾ നമ്മളിപ്പോൾ എന്നാണ് ഇവിടെ റിപ്പോർട്ട് എടുത്ത് നോക്കണത്? 1 ഓഗസ്റ്റിനാണ് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? 1 സെപ്റ്റംബർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ 1 സെപ്റ്റംബർ ആണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് 1 ഓഗസ്റ്റ് മുതൽക്ക് എന്താണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്? ഈ 1 സെപ്റ്റംബർ വരെ എന്താണ് നമുക്ക് ആ ഡേയ്സ് എത്രയിലാണ് കിടക്കുന്നത്? 45 ദിവസം താഴെയാണ് കിടക്കുന്നത്. ഇനി ഞാൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ S2 അടിച്ചിട്ട് 1/5 ഞാൻ റിപ്പോർട്ട് എടുത്ത് നോക്കണമെന്ന് വിചാരിക്കുക. 1/5 സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ് വരിക? 1/5 മുതൽക്ക് എക്സ്പയർഡ് ആവണത് എന്താണ്? സെപ്റ്റംബറിലാണ് എക്സ്പയർ ആവണത്. അപ്പോൾ 1/5 മുതൽക്ക് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഇവിടെ 4 മാസമുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് പോയി കിടക്കുന്നത് കണ്ടു. ഇവിടെ 90 to 180 ഡേയ്സിലാണ് ഈ 2 പ്രോഡക്റ്റും പോയി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ സ്റ്റൈലും നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾക്ക് ഇവിടെ ഈ ഏജിങ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് 4 തരത്തിലുള്ള ഏജിങ് സ്റ്റൈലുകൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അടുത്ത റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് നമുക്കിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ചേഞ്ച് വ്യൂ. അപ്പോൾ ചേഞ്ച് വ്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഷോ മോർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഷോ മോർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സമ്മറി, മന്ത്ലി സമ്മറി, മൂവ്മെൻറ്റ് അനാലിസിസ്, സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, റീ ഓർഡർ ലെവൽ, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇതിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അടുത്തത് എന്താണ്? എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ആണ്. കൺട്രോൾ J അടിച്ചാൽ മതി. ഇവിടെ എക്സെപ്ഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് വീണ്ടും നമുക്കിവിടെ ഷോ മോർ ക്ലിക്ക് ചെയ്യാം. നെഗറ്റീവ് സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ടെങ്കിൽ കാണിക്കും, സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കാണിക്കും, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ സേവ് വ്യൂ. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇതുവരെ ഉള്ളായിരുന്ന ഈ റിപ്പോർട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് അന്ന് വരെയുള്ള റിപ്പോർട്ട് കാണണമെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കോളം ഡെലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെലിറ്റ് കോളം ചെയ്യാൻ പറ്റും. അപ്ലൈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്? അപ്ലൈ ഫിൽറ്റർ ആണ്. ഏത് ഐറ്റമാണ് നമുക്ക് കാണേണ്ടത്? അപ്പോൾ ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഐറ്റത്തിൻ്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഏജിങ് റിപ്പോർട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.